പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അവതാരമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മന്ദഹാസം രാധാസഹായം അതിസുന്ദര മന്ദഹാസം എന്ന അമ്മയുടെ ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ്, അമ്മയുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, രാധയുടെ അനുഭൂതിക്ക് വേണ്ടിയിട്ടാണ് മന്ദഹാസം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഞ്ചിരിയുടെ അർത്ഥം ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആ മഹാത്മാവിൻ്റെ ആ പുണ്യാത്മാവായ നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച ഗുരുവായൂരപ്പൻ്റെ മഹത്വമാണ് ഈ ചിങ്ങമാസത്തിൽ നമ്മൾ കാണുന്നത്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ രണ്ട് പൂർണ്ണതരമായ ദൈവീക അവതാരവും രണ്ട് മഹത് ഗുരുഭൂതന്മാരുടെ അവതാരവും കൊണ്ട് പുണ്യമായി തീർന്നിരിക്കുന്ന ആ ഒരു സമയമാണ് ചിങ്ങമെന്നുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം അഷ്ടമി രോഹിണി ചിങ്ങത്തിലാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം ചിങ്ങമാസത്തിന് അഷ്ടമി രോഹിണി വരുന്നതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണുവിൻ്റെ ആദ്യത്തെ മനുഷ്യാവതാരമാണ് വാമനൻ. ആ അവതാരവും ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ചിങ്ങത്തിനെ കൂടുതൽ പൂർണ്ണവത്താക്കി തീർത്തത് ഈ രണ്ട് അവതാരങ്ങളാണ്. ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി അവതരിച്ച രണ്ട് ഗുരുഭൂതന്മാരുടെ അവതാരവും കൂടെ ഈ ചിങ്ങമാസത്തിൽ കാണുന്നു. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്ന ഒരു സമയമാണ് ചിങ്ങം എന്നുള്ളത്. നാരായണ ഗുരുദേവനും ശ്രീ ചട്ടമ്പിസ്വാമികളുടെയും അവതാരവും ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ്. ശിവാവതാരമായിട്ടാണ് ചട്ടമ്പിസ്വാമികളെ എല്ലാവരും അറിയുന്നത്, ആദരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഗുരുവായൂരപ്പൻ എന്നും നടനമാടുന്ന ആ ഒരു രൂപം അന്നും ഇന്നും എന്നും ഭക്തഹൃദയങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആ പുണ്യ ശ്രീകൃഷ്ണ ചൈതന്യ രൂപം, അതാണ് നമ്മൾ ഗുരുവായൂർ കാണുന്നത്. വിഷ്ണുവിൻ്റെ രൂപമാണെങ്കിലും കാണുന്നത് കൊച്ചു കുഞ്ഞായ ബാലകൃഷ്ണ രൂപമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഭാവത്തിനെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗാനം നോക്കട്ടെ. ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നഞ്ചിതമോദം ഞാൻ പാടുമ്പോൾ എന്നന്തരംഗത്തിൽ ആടിക്കളിക്കുന്നു അമ്പാടി കണ്ണനുണ്ണി. ഗുരുവായൂർ അമ്പാടി കണ്ണനുണ്ണി. ഇന്നലെ പിന്നെയും എന്നകതാരിലെ വെണ്ണ കവന്നാനുണ്ണി. കൈയോടു ചെന്നു പിടിച്ചപ്പോളായിരം കള്ളം പറഞ്ഞുവല്ലോ, കണ്ണിൽ വെള്ളം നിറഞ്ഞുവല്ലോ. ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നഞ്ചിതമോദം ഞാൻ പാടുമ്പോൾ എന്നന്തരംഗത്തിൽ ആടിക്കളിക്കുന്നു അമ്പാടി കണ്ണനുണ്ണി. ഗുരുവായൂർ അമ്പാടി കണ്ണനുണ്ണി. കാൽച്ചിലമ്പൊച്ച എങ്ങാനും മുഴങ്ങുമ്പോൾ പാൽക്കുടം വീണുടയുന്നു. ആരെന്ന് ചോദിച്ചാൽ അന്നേരം മണ്ടുന്നു, ഞാനല്ലെന്നോതുന്നു.
അമ്മേ ഞാനല്ലെന്നോതുന്നു. ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നഞ്ചിത മോദം ഞാൻ പാടുമ്പോൾ എന്നന്തരംഗത്തിൽ ആടിക്കളിക്കുന്നു അമ്പാടി കണ്ണനുണ്ണി. ഗുരുവായൂർ അമ്പാടി കണ്ണനുണ്ണി. ഇങ്ങനെ ഗുരുവായൂർ അമ്പാടിയിലെ കണ്ണനെ എല്ലാവരും അവരുടെ ഹൃദയമാകുന്ന വൃന്ദാവനത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് അഷ്ടമരോഹിണി.